ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഞങ്ങളെല്ലാവരും ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഓണമൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? ഞങ്ങളുടെ അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ കുറേ കാലമായില്ലേ നമ്മളൊരു ഡേ ഇൻ മൈ ലൈഫൊക്കെ കണ്ടിട്ട്. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് കരുതി. പിന്നെ ചതയാണ് സാനു. അപ്പോൾ SNDP പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വെള്ള ഉടുപ്പൊക്കെ ഇട്ടിട്ട് നല്ല സുന്ദരി കുട്ടിയായിട്ട് നിൽക്കുന്നത്. ആളിതാ പോകുവാണ്, സമയമായി. അപ്പോൾ അവളെ വിട്ട് കഴിഞ്ഞിട്ട് ഞാൻ എന്താ മുകളിലൊന്ന് അടിച്ചു വരാനൊക്കെ വന്നതാണേ. ശിവമോൾ എഴുന്നേറ്റിട്ടുണ്ട്. ആളുടെ പല്ലേപ്പും കൂലിയൊക്കെ കഴിഞ്ഞിട്ട് താഴെ വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ നേരമായിട്ടുണ്ട്. പൂരി ആയതുകൊണ്ട് ഞാൻ കുഴച്ച് വെച്ചിട്ട് പോന്നു. പൂരി പിന്നെ തിന്നാൻ നേരത്തല്ലേ നമുക്ക് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ കുഴച്ചൊക്കെ വെച്ച് കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് പോന്നു. അങ്ങനെ ആ സമയമായപ്പോഴത്തേക്കും ഞാൻ പൂരിയൊക്കെ ഉണ്ടാക്കി. പിന്നെന്താ കറി നമുക്ക് ഉരുളക്കിഴങ്ങ് കറിയാണ് കേട്ടോ. അപ്പോൾ അത് നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പൂരിയും കറിയും കൂട്ടിയിട്ട് ഞങ്ങളെല്ലാവരും കൂടി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. ശിവു ഇവിടെ കഴിക്കുന്നേ ഉള്ളൂ. ആൾ തന്നെയൊക്കെയാണ് കഴിക്കുന്നത്. ഇവിടെ ഇരുന്ന് തന്നെ കഴിക്കുന്നുണ്ട് കേട്ടോ. ആൾക്ക് പൂരിയും ചപ്പാത്തിയും ദോശയൊക്കെ ഇങ്ങനെ കീറി ഇട്ട് കൊടുത്താൽ മതി, തന്നെ അവിടെ ഇരുന്ന് കഴിച്ചോളും. അപ്പോൾ ഉരുളക്കിഴങ്ങും ഇന്നലത്തെ ബീഫിൻ്റെ കുറച്ച് കറിയും കൂടി ഉണ്ടായിരുന്നു, അതും കൂട്ടിയിട്ടാണ് ആൾ കഴിക്കുന്നത്. അപ്പം ഞാൻ ഇവിടെ രാപ്പകൽ ഫിലിമൊക്കെ വെച്ചിട്ടുണ്ട്. ഇന്ന് മമ്മൂട്ടിയുടെ ബർത്ത്ഡേ ആയതുകൊണ്ട് എല്ലാ ചാനലിലും ആളുടെ ഫിലിം വരുന്നപ്പോൾ രാപ്പകൽ എനിക്ക് ഇഷ്ടമായതുകൊണ്ട് അതും വെച്ചിട്ടുണ്ട്. അപ്പോഴാണ് ഓർത്തത് കുറച്ച് ദിവസം മുമ്പ് വാങ്ങിച്ച കൂരി ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു. ഈ മീൻ നമുക്ക് വൃത്തിയാക്കാൻ കുറേ നേരം വേണമല്ലോ, കല്ലുമ്മയൊക്കെ കൊണ്ടുപോയിട്ട് ഉരയ്ക്കണ്ടേ. അപ്പോൾ അതിലും ഭേദം ഞാൻ ഇരുമ്പമ്പുളിയില്ലേ, അതിങ്ങനെ ചെറിയ ചൂടുള്ള വെള്ളത്തിൽ ഇട്ടിങ്ങനെ ഒരു 10 മിനിറ്റൊക്കെ വെക്കും. അപ്പോഴത്തേക്കും നമ്മൾ കത്തിക്ക് ഇങ്ങനെ വെറുതെ ഒന്ന് പഠിക്കുമ്പോഴത്തേക്കും അത് ഫുള്ളായിട്ട് ക്ലീനായി വരാറുണ്ട് കേട്ടോ. അതെനിക്ക് കാണിക്കാൻ പറ്റിയില്ല. മീനൊക്കെ വറക്കാൻ ഇട്ടപ്പോഴത്തേക്കും സനുദ വേഗം വന്നു കേട്ടോ അവർ. അപ്പോൾ അവിടെ നിന്ന് SNDP നവല് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ശിവുവിനും കൊടുത്ത് ആളും കഴിക്കുവാണ്. പിന്നെ ഉച്ചയായപ്പോഴത്തേക്കും നമ്മളിതാ ഫുഡൊക്കെ കഴിച്ചു. അപ്പം ഇന്ന് നമ്മളൊരു സ്ഥലം വരെ പോകുന്നുണ്ട്. വേറെ എങ്ങോട്ടുമല്ല, തൃശ്ശൂരിലുള്ള സൂ കാണാൻ വേണ്ടിയിട്ടാണ്. കുറേ കാലമായി വിചാരിക്കുന്നു വെക്കേഷൻ ആയിരിക്കുമ്പോൾ പിള്ളേരെന്തായാലും സൂ കാണാൻ വേണ്ടിയിട്ട് പോകണമെന്ന്. ഞങ്ങൾ ഇതുവരെ അവിടെ പോയിട്ടില്ല കേട്ടോ. അപ്പം ഞങ്ങളിതാ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ആരെയാ, ചേച്ചിയും പിള്ളേരും വരുന്നുണ്ട്. അപ്പോൾ അവരെ കൊണ്ടാണ് പോകുന്നത്. അപ്പോൾ അവരെ വെയിറ്റ് ചെയ്തിരുന്നതാണ് കേട്ടോ. അവർ മാത്രമല്ല, സൈത്തേട്ടൻ്റെ ഫ്രണ്ടും ആളുടെ വൈഫും കുട്ടിയും വരുന്നുണ്ട്. നമ്മൾ നേരത്തെ വേറെ വ്ളോഗിലൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ചേച്ചിയും പിള്ളേരും ഒരു 1:45 ആയപ്പോഴത്തേക്കും വന്നു. അവിടെ 5 മണി വരെ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. ഞങ്ങൾ ഇറങ്ങിയപ്പോഴത്തേക്കും 2-2:30 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോണ വഴി അമ്മ ഉണ്ടാക്കിയതാണ് ഉണ്ണിയപ്പം ഓണത്തിന്. അപ്പോൾ ചേച്ചി അത് കൊണ്ടുവന്നു. അപ്പോൾ ഞങ്ങളത് കഴിച്ചു. അതിൻ്റെ ഇടയ്ക്ക് വാവയും ചേച്ചിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നീതു ചേച്ചിയും കുഞ്ഞാവൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. വാളിതാ എന്നെ കണ്ടപ്പോൾ ചിരിക്കുവാണ്. അങ്ങനെ ഞങ്ങൾ ഉണ്ണിയപ്പമൊക്കെ തിന്നിട്ട് ഞങ്ങളുടെ യാത്ര ഇവിടെ തുടങ്ങുകയാണ്. വാവി ഇപ്പോൾ എല്ലാവരെയും കാണുമ്പോഴത്തേക്കും ഭയങ്കര ചിരിയും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ റോട്ടിൽ നിന്ന് അധികം ബ്ലോക്കും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ അവിടെ എത്തി. അവിടെ എത്തേണ്ട താമസം ശിവു കറക്റ്റ് സമയത്ത് തന്നെ ഉറങ്ങിപ്പോയി. എത്രയൊക്കെ വിളിച്ചിട്ട് ആളെ എഴുന്നേൽക്കുന്നേ ഉണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങൾ ഇങ്ങനെ ഓരോന്നൊക്കെ നടന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതുവരെ ഇല്ലാത്ത അത്രയും തിരക്കായിരുന്നു അന്ന് ഞങ്ങൾ ചെന്നപ്പോൾ ഉണ്ടായിരുന്നത്. വേറെ ഒന്നുമല്ല, ഓണമൊക്കെ ആയതുകൊണ്ട് 3 ദിവസം അവിടെ അവധിയായിരുന്നു. അപ്പോൾ അവധി കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും നല്ല രീതിയിലുള്ള തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ അങ്ങോട്ടേക്കൊന്നും കയറിയില്ല. അപ്പോൾ ആദ്യം തന്നെ മാനും കാര്യങ്ങളൊക്കെയാണ്. കുഞ്ഞാവ് അതൊക്കെ ആസ്വദിച്ച് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഉമ്പയാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. എല്ലാം കണ്ടു കഴിഞ്ഞ് ലാസ്റ്റ് ആവാറായപ്പോഴത്തേക്കാണ് ശിവു ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നത്. അപ്പം ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്ന് റെസ്റ്റ് ചെയ്യുവാണ്. സയനു അതിൻ്റെ ഇടയിൽ എന്തൊക്കെയോ ഡാൻസൊക്കെ കളിക്കുന്നുണ്ട്. ഇത് പാമ്പാണ് കേട്ടോ. ഇവിടെ മുതൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ശിവുവിന് ഭാഗ്യത്തിന് പാമ്പുകളെങ്കിലും അറ്റ്ലീസ്റ്റ് കാണാൻ പറ്റിയെന്ന് ഓർത്ത് ഞങ്ങൾ സമാധാനിച്ചു. സത്യം പറഞ്ഞ് ഇവിടെ ചെന്നപ്പോൾ ഓർമ്മ വന്നത് മൈസൂർ സൂ ആയിരുന്നു. ഞങ്ങൾ മൈസൂരിൽ സൂവിൽ പോയപ്പോൾ ഒരുപാട് കാണാനുണ്ട്. അവിടെ നടന്ന് നമ്മൾ സത്യം
സത്യം പറഞ്ഞാൽ അവശതയായിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ലാസ്റ്റ് ആയപ്പോഴത്തേക്കും ഞങ്ങൾ ഒന്നും കാണാനൊന്നും നിന്നില്ല, വേഗം നടന്ന് വണ്ടിയുടെ അടുത്ത് എത്തുകയും ചെയ്തത്. അന്ന് പിള്ളേർ ചെറുതായതുകൊണ്ട് ഇവരെയും എടുത്തിട്ടുമാണല്ലോ നടക്കുന്നത്. അപ്പം ഞങ്ങൾക്ക് നല്ല അവശതയായിട്ടുണ്ടായിരുന്നു. ഇവിടെ പിന്നെ അത്രയ്ക്ക് അധികം ഒന്നുമില്ല, ആവശ്യത്തിന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്കും ഒരു ഷോപ്പിൽ കയറിയിട്ട് ചായയൊക്കെ കുടിച്ചു. പിന്നെ സാനുവും ഭാവിയും കൂടി വണ്ടി കയറുന്നത് നല്ല കളിയാണ് കേട്ടോ. ഭയങ്കര ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നുണ്ട് കൊച്ചിന് സാനുവിനെ. സാനുവിൻ്റെ അടുത്തൊന്നും മാറുന്നേ ഉണ്ടായിരുന്നില്ല. ശിവുമായിട്ട് പക്ഷെ അത്രയ്ക്ക് അങ്ങോട്ട് അറ്റാച്ച്ഡ് അല്ല. സാനുവിനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അറ്റം വരെ രണ്ടുപേരും നല്ല കളിയായിരുന്നു കേട്ടോ. സാനുവും ഭയങ്കരമായിട്ട് ആസ്വദിച്ചങ്ങ് ഇരിക്കുവാണ്. അവിടെ നിന്ന് നേരെ ഞങ്ങൾ ചേച്ചിയുടെ വീട്ടിൽ പോയി അവരവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഇത്ര ഉള്ളൂ നമ്മുടെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണും വരെ ബായ്.